ഹായ് ഗൈസ്, FC സാൻടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സോൾവെൻറ്റ് പ്രിൻ്റർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ. സോൾവെൻറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ CD-യിൽ നിന്ന് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇത് കോപ്പി ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ CD-യിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ സോഫ്റ്റ്വെയർ ആൻഡ് mainTop ആണ് ഇപ്പോൾ കോപ്പി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ മെഷീൻ്റെ പ്രിൻറ്റിങ് സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോഫ്റ്റ്വെയർ നമ്മൾ കോപ്പിയായി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ ടൂൾ എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സ്, അതായത് മെഷീൻ്റെ ബൈഡയറക്ഷൻ കാലിബ്രേഷൻ എല്ലാം ചെയ്യുന്ന ഒരു ടൂളാണ് ടൂൾ. ഇല്ലെങ്കിൽ ചില സോഫ്റ്റ്വെയറിൽ ടൂൾ എന്നും ഇതിൽ മെൻഷൻ ചെയ്യാറുണ്ട്. ടൂൾ ഓർ ടൂൾ രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് മെഷീനും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണം. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിനെ ഒരു IP സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ IP നമുക്ക് സെറ്റ് ചെയ്യേണ്ട രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ കൺട്രോൾ പാനലിൽ കയറി നിങ്ങൾ ഇതിൻ്റെ ലോക്കൽ ഏരിയ കണക്ഷനിൽ നിങ്ങൾ ഇതിൻ്റെ IP കൊടുക്കണം. IP കൊടുക്കാൻ സോൾവെൻറ്റ് മെഷീന് പൊതുവെയായിട്ട് LAN കേബിൾ ഇല്ലെങ്കിൽ USB കേബിളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷീൻ കണക്ട് ആയിട്ടുള്ളത് LAN കേബിളായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ IP സെറ്റ് ചെയ്യേണ്ടതുണ്ട്, IP അഡ്രസ്സ്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിൽ കണക്റ്റ് കൊടുക്കുമ്പോൾ കണക്റ്റ് ആകാത്തത് കൊണ്ട് അതാണ് IP സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ലോക്കൽ ഏരിയ കണക്ഷനിൽ കയറി നമ്മൾ IP സെറ്റ് ചെയ്യേണ്ടതാണ്. IP സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ടിൽ നിങ്ങൾ കൺട്രോൾ പാനൽ ഓപ്ഷൻ ഉണ്ട്, കൺട്രോൾ പാനൽ. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ചേഞ്ച് അഡാപ്റ്റർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ലോക്കൽ ഏരിയ കണക്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ 4 ക്ലിക്ക് ചെയ്തതിന് ശേഷം 4 TCP വാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സെലക്ഷൻ ചെയ്ത് IP സെറ്റ് ചെയ്യുക. ഈ മെഷീൻ പൊതുവായിട്ട് IP സെറ്റ് ചെയ്തിരിക്കുന്നത് IP അഡ്രസ് 196.12.0625 ആണ്. അപ്പോൾ ഇതിൽ IP നമ്മൾ സെറ്റ് ചെയ്യുന്നത് 196.12.025 ആണ് ഞാനിപ്പോൾ ഓൾറെഡി IP സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് OK അടിക്കുക, OK ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടൂൾ എന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കി കണക്റ്റ് കൊടുക്കേണ്ടതാണ്. ഇതിലിപ്പോൾ സോഫ്റ്റ്വെയറും മെഷീൻ്റെ സെറ്റിങ്സും സോഫ്റ്റ്വെയറും ഇതിലിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ വ്യൂ ആണ് കാണുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് റിപ്പിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് സോൾവെൻറ്റിൽ പൊതുവായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് mainTop, ഫോട്ടോ പ്രിൻറ്റ്, അൾട്രാ പ്രിൻറ്റ് എന്നിങ്ങനെ 3 സോഫ്റ്റ്വെയറാണ് പൊതുവായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ mainTop ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ mainTop ഇൻസ്റ്റാൾ ചെയ്തു. mainTop ഞാൻ ക്രാക്ക് വേർഷനാണ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. mainTop വേർഷൻ 5.3 ആണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ mainTopൻ്റെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് ഡെസ്ക്ടോപ്പിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ഇടേണ്ടതാണ്. ക്രാക്ക് വേർഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഡെസ്ക്ടോപ്പിലേക്ക് വരാത്തത്. വിത്തൗട്ട് ഡോങ്കിൾ സോഫ്റ്റ്വെയർ ആണ് ക്രാക്ക് വരുന്നത്. ഇപ്പോൾ mainTopൽ 2 സോഫ്റ്റ്വെയർ ഉണ്ട്. ഒന്ന് പ്രിൻ്റർ മാനേജർ, mainTop പ്രിൻ്റർ മാനേജറും അതുപോലെ mainTop സോഫ്റ്റ്വെയറും. mainTop പൊതുവായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് റിപ്പിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് യൂസ് ചെയ്യുകയാണ് mainTop വരുന്നത്. പ്രിൻ്റർ മാനേജർ നിങ്ങൾക്ക് മെഷീൻ കൺട്രോൾ ചെയ്യാനും പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാനും പൗസ് ചെയ്യാനും ഓപ്ഷനാണ് പ്രിൻ്റർ മാനേജറിങ് സിസ്റ്റം, പ്രിൻ്റർ മാനേജർ സോഫ്റ്റ്വെയർ വരുന്നത്. ഇതിൻ്റെ 2 ഐക്കണുകളുമാണ് ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് ക്രാക്ക് വേർഷൻ ആയതുകൊണ്ടാണ് ഡെസ്ക്ടോപ്പിലേക്ക് വരാത്തത്. അതുകൊണ്ട് mainTop ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി
ഇനി നമുക്ക് mainTop സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി എങ്ങനെയാണ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ mainTop ഓപ്പൺ ആയി കഴിഞ്ഞു. mainTop DTP സോഫ്റ്റ്വെയർ ആണ് ഇത് വരുന്നത്. അതിൽ ഫയലിൽ ന്യൂ എടുത്ത് ക്ലിക്ക് ചെയ്യുക, പേജ് ക്രിയേറ്റ് ചെയ്യുക. പേജിൻ്റെ സൈസ് വിത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇനി ഇതിൻ്റെ റൂളർ സെറ്റിങ്സ് ആണ്, അതായത് ഇഞ്ചസ് ഇത് റൂളർ യൂണിറ്റിയിലാണുള്ളത്. ഓപ്ഷനിൽ യൂണിറ്റിയിൽ നിങ്ങൾ ഇഞ്ചസോ ഇല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ടൈപ്പായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രിൻറ്റിങ് സോഫ്റ്റ്വെയറിൽ ഇഞ്ചസ് ആണ് കറക്റ്റ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് യൂണിറ്റിൽ ഇഞ്ചസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് mainTopലെ പ്രിൻ്റർ സെറ്റപ്പാണ്. പ്രിൻ്റർ സെറ്റപ്പ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓൾറെഡി ഞാൻ കോപ്പി ചെയ്ത ഫയലിൽ പ്രിൻ്റർ സെറ്റപ്പ് ഉണ്ട്. SP600ൻ്റെ പ്രിൻ്റർ സെറ്റപ്പ്, അത് റാർ ഫയലാണ്. അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഫോൾഡർ ബേസിലേക്ക് മാറ്റി. ഇനി mainTop ക്ലിക്ക് ചെയ്യുക. mainTopൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം പ്രിൻ്റർ സെറ്റപ്പിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കസ്റ്റംസ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറിൻ്റെ പാത്ത് കാണിച്ചു കൊടുക്കുക. പാത്ത് സെലക്ട് ചെയ്യുക. അതിൽ പാത്ത് നമ്മൾ ഈ സെറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം സെറ്റ് ഡിഫാൾട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴാണ് പ്രിൻ്റർ സെറ്റപ്പ് സെലക്ട് ആയത്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ പുതിയൊരു പേജിൽ നമ്മൾ റിപ്പ് ചെയ്യേണ്ട ഫയൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഫോട്ടോഷോപ്പിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഫയലിൽ ഇമ്പോർട്ട് പിക്ചർ സെലക്ട് ചെയ്ത് നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്ത ഫയലുകൾ, അതായത് JPG, TIFF എന്നീ ഫോർമാറ്റിലുള്ള ഫയലുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് ഈ mainTop സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഒരു JPG ഫയലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് mainTopലേക്ക് കൊണ്ടുവന്നു. ഇനി ഇത് ഏത് ക്ലാരിറ്റിയിലാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, 2 പാസ്, 3 പാസ്, FLA, ബാക്ക്ലൈറ്റ്, പേപ്പർ പ്രിൻറ്റിങ്, അതൊക്കെ നിങ്ങൾ ഏത് ടൈപ്പിലാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, ഏത് ക്ലാരിറ്റിയിലാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, എത്രത്തോളം ഇതിൻ്റെ ഇങ്കിൻ്റെ ഡെപ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നിങ്ങനെയുള്ള സെറ്റിങ്സാണ് ഇത് കാണുന്നത്. ഇതിൽ 2 പാസ് ഉണ്ട്, 360, 2 പാസ്, 360, 540, 3 പാസ് വരുന്നത്. അങ്ങനെ ഏത് പാസിലാണ് പ്രിൻ്റ് അടിക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്ത് ഫയൽ മെഷീനിലേക്ക്. ഇപ്പോൾ റിപ്പിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രിൻ്റർ മാനേജർ സോഫ്റ്റ്വെയറിൽ ഈ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. റിപ്പിംഗ് സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്തതിന് ശേഷം ഇനി mainTop പ്രിൻ്റർ മാനേജർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അതിൽ ഇപ്പോൾ നമ്മൾ റിപ്പ് ചെയ്ത ഫയലുടെ ഫോർമാറ്റ്, അതായത് റിപ്പിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഫയൽ നമുക്ക് ഇതിലേക്ക് പ്രിൻ്റർ മാനേജറിലേക്ക് ഓപ്പൺ ചെയ്യുക. ആഡ് ജോബ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫയലിൽ ആഡ് ജോബ് ക്രിയേറ്റ് ചെയ്ത് ഈ ഫയലിനെ ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ആക്കി കൊണ്ട് വരാം. അതിനുശേഷം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മെഷീനിലേക്ക് പ്രിൻ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു അടിപൊളി പ്രിൻ്റ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യാം മെഷീന്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ. സൈൻ ആപ്പ്.